ആദ്യമായി ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ മിക്ക ആളുകളും പറയുക ഗലീലിയോ ഗലീലിയുടെ പേരായിരിക്കും. എന്നാൽ ഗലീലിയോ ഗലീലി അല്ല. അദ്ദേഹത്തിന് മുൻപ് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് ആദ്യമായി ബഹിരാകാശ പഠനത്തിനു വേണ്ടി ഉപയോഗിച്ചത്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ടെലസ്കോപ്പ് നിർമ്മിച്ചു. ആ ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ 20 ഇരട്ടിയായിരുന്നു. അതിലൂടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ശാസ്ത്രത്തിൽ തന്നെ സംഭവിച്ചത്. അദ്ദേഹം ചന്ദ്രനിലേക്ക് നോക്കി. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് ചന്ദ്രൻ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അവിടെ അടങ്ങിയിരിക്കുന്ന കുന്നുകളും താഴ്വാരങ്ങളും ഒക്കെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. തൊട്ടടുത്ത വർഷം 1610 ഗലീലിയോ വ്യാഴത്തിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 4 നക്ഷത്രങ്ങളെ കണ്ടു. പിന്നീട് അദ്ദേഹത്തിന് അത് വെറും നക്ഷത്രങ്ങളല്ല, അത് സാറ്റലൈറ്റ്സ് ആണെന്ന് അല്ലെങ്കിൽ ചന്ദ്രന്മാരാണെന്ന് മനസ്സിലായി. ഈ 4 ചന്ദ്രന്മാരാണ് ഗലീലിയൻ മൂൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയോ, യൂറോപ്പ, കലിസ്റ്റോ, ഗനിമേഡെ എന്നിങ്ങനെയാണ് ആ 4 ചന്ദ്രന്മാരുടെയും പേര്. പിന്നീട് ഇതേ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം സൂര്യനെ നോക്കി. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് സൂര്യൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള തിളയ്ക്കുന്ന ഒരു വലിയ ജ്വാലയാണെന്നാണ്. എന്നാൽ അവിടെ സൺസ്പോട്ടുകൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് കണ്ടെടുക്കാൻ സാധിച്ചു. ആ സൺസ്പോട്ട് സൂര്യൻ്റെ ചലനമനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ആ ടെലസ്കോപ്പിനെ ചുറ്റുപാടുമുള്ള നക്ഷത്രങ്ങളിലേക്ക് തിരിച്ചു. അതിലൂടെ ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനും സാധിച്ചു. ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ റോമൻ കാത്തലിക് സഭ ആയുഷ്കാലം തടവിൽ പാർപ്പിച്ചു. മരണം വരെയും അദ്ദേഹം വീട്ടുതടവിലായിരുന്നു. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.